ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് ഞാനാണെങ്കിൽ ഇങ്ങനെ പല്ല് തേച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്കിന് ഞാൻ വിചാരിച്ചു ഒരു ബോട്ട് ഈറ്റിന് ഡേ എടുത്താൽ എന്താണെന്ന് ഇങ്ങനെ ആലോചിച്ചു. ഇതുവരെ എടുത്തിട്ടില്ല, എങ്ങനെ ഇരിക്കുന്നൊന്നും അറിയത്തില്ല. അപ്പം ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് നമ്മളൊരു ബോട്ട് ഈറ്റിന് ഡേയാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ രാവിലെ ഞാനൊരു കട്ടനാണ് കേട്ടോ കുടിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് പാൽ ചായ ഒന്നും ഇഷ്ടമല്ല, പിന്നെ പാൽ അലർജിയൊക്കെ ഉള്ളതുകൊണ്ട് ചായ മാത്രം ഒഴിവാക്കാറുണ്ട്. അപ്പം കട്ടൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. പിന്നെ എല്ലാ സാധനവും 1/4 മണിക്കൂർ എടുത്ത് കഴിക്കുന്നത് കൊണ്ട് തന്നെ വീഡിയോ നല്ല ലെങ്തിയാണ്. പിന്നെ രാവിലത്തെ കാപ്പിക്ക് നമുക്ക് കഴിക്കാനൊക്കെ ആയിട്ട് അപ്പവും ചമ്മന്തിയും അത് കണക്ക് ഇന്നലത്തെ സാമ്പാർ കേട്ടോ, അത് രണ്ടും കൂടെ നല്ല കോമ്പിനേഷൻ ആയതുകൊണ്ട് അതും എടുത്ത് കഴിച്ച്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇത് എൻ്റെ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന പായസം കേട്ടോ, പാൽ അലർജി ആണെങ്കിലും പായസം കണ്ടാൽ ഞാൻ കമന്ന് വീഴും. പിന്നെ നമ്മുടെ ഉച്ചക്കലത്തെ ചോറ്, ഞാൻ കറിയിൽ മീൻ കഴിക്കത്തില്ല. അപ്പം മീൻ കറി നല്ല മാങ്ങയിട്ട മീൻ കറി ആയിരുന്നു. അതിനകത്ത് മാങ്ങയില ഞാൻ അടിച്ചുകൊണ്ട് പോയി. പിന്നെ നല്ല അവിയലും പിന്നെ നല്ല പൊരിച്ച മീനും മാങ്ങാച്ചാറും ഒക്കെ കൂട്ടി ഉച്ചയ്ക്ക് നല്ലൊരു പിടിയൊക്കെ പിടിച്ച്. പിന്നെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തെക്കോട്ടും വടക്കോട്ടും ഒക്കെ നോക്കുന്നത് എൻ്റെ വീട്ടിൽ അറിയാതെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നതും പോസ്റ്റ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കണ്ട് തെക്കോട്ടും വടക്കോട്ടും ഇങ്ങനെ ഓടിപ്പോയിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്കിനി കുറച്ച് അധികം പണികളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം വൈകിട്ട് കുളിച്ചിട്ട് വന്നതിന് ശേഷം എടുത്ത വീഡിയോ കേട്ടോ. അച്ഛൻ പോയിട്ട് വന്നപ്പോൾ വൈകിട്ട് ഇങ്ങനെ കൊണ്ടുവന്നു. ഇത് സ്ഥിരമായൊരു പതിവല്ല, എന്നാലും വല്ലപ്പോഴും. അപ്പോൾ കട്ടൻ്റെ കൂടെ നമ്മുടെ കയ്യിൽ ഇത്രയേ ഉള്ള ബോണ്ടിയും അത് കണക്ക് ഉള്ളിവടയായിരുന്നു. അപ്പോൾ അത് ഞാനിരുന്ന് കഴിക്കുന്നുണ്ട്. എന്തൊക്കെയോ ആക്ഷനും കോക്കറിയൊക്കെ കാണിച്ചും കൊണ്ട് ഇങ്ങനെ ഇരുന്ന് കഴിക്കുക. അപ്പം നിങ്ങളൊക്കെ ഫുഡൊക്കെ കഴിച്ചോ? പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ കട്ടൻ തിളച്ച ചൂടെടുത്ത് വായിക്കാത്തൊഴിക്കുമ്പം പ്രത്യേകതരം എക്സ്പ്രഷനൊക്കെ എൻ്റെ ഫേസിൽ നിന്ന് വരുന്നുണ്ട്. കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ